Okay. All right. So, good morning, all of you. നിങ്ങൾ ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ റെഡി ആൻഡ് എക്സൈറ്റഡ് RE എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്. റെഡി ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മളുടെ സെഷനിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുന്ന സമയത്ത് എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഗോള് അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യം ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് എന്ത്, എങ്ങനെ നമ്മളുടെ കൺസ്ട്രെയിൻസ് എന്താണ്, ഗോളുകളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളുടെ ഗോളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്നതിലേക്കുള്ള വലിയൊരു തടസ്സമായിട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൺസ്ട്രെയിൻസ് പല കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ, the one limiting factor that blocks you from having success. നിങ്ങളുടെ സക്സസ് ഗ്രോ ചെയ്യുന്ന, സക്സസിലേക്ക് പോകുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടും വഹിക്കുന്ന ഒരു വൺ ലിമിറ്റിംഗ് ഫാക്ടർ. അത് പലർക്കും പല കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ. ഓരോരുത്തരുടേതും യുണീക്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പരമാവധി ആൾക്കാർ എന്ത് വീഡിയോയിൽ വരിക കേട്ടോ. ഐ വാണ്ട് യു ടു ബി ഹിയർ ഇൻ വീഡിയോ സോ ദാറ്റ് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട്. നിങ്ങൾ വീഡിയോയിൽ വരാൻ ശ്രമിക്കുക. ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ. So Shamnath, thank you so much for being here in video. Thank you so much Murali sir, thank you so much. And Julnara, thank you so much. Mariam, thank you so much for being here in video. So yeah, Danu, thank you so much for being here in video. Okay, Maimunat ma'am, thank you so much. So Sajid Painat, Amir Shafi, please be here in video. Okay, Jasira baby, thank you so much. So നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ, നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ ഒരു സെഷനിലേക്ക് വന്നിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് ഒത്തുകൂടുന്നവരാണ് നിങ്ങളെല്ലാവരും. നമ്മളെല്ലാവരും വി ആർ എ കമ്മ്യൂണിറ്റി. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി ഇതിൽ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ലിമിറ്റിംഗ് ഫാക്ടർ വ്യത്യസ്തമായിരിക്കും. സോ നിങ്ങളുടെ ആ ഫാക്ടർ എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്താം. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണ്, പ്രധാനമായിട്ടുമുള്ളൊരു കാര്യം. ഇത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, നമ്മളുടെ കോർ ബിലീഫിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നേ പറ്റൂ. നമ്മളുടെ കോർ ബിലീഫിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ആ കോർ ബിലീഫ് എന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്നുള്ള സെൽഫ് അവയർനെസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പോരായ്മകൾ എന്താണ്, നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്താണ്, എന്താണ് നിങ്ങളെ വീണ്ടും ആ ട്രാപ്പിൽ തന്നെ നിർത്തുന്ന കാര്യം എന്താണ്, എന്തുകൊണ്ട് ചേഞ്ച് പോസിബിൾ ആകുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നു, വാട്ട് ഈസ് ദാറ്റ് വൺ ഫാക്ടർ, എവിടെയാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്. സോ വൺ ലിമിറ്റിംഗ് ഫാക്ടർ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് നിയന്ത്രിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എൻ്റെ എന്ത് പ്രശ്നമാണ് എന്നെ ട്രാപ്പിലാക്കുന്നത്? നിങ്ങൾ ഇത്രയും കാലം മനസ്സിലാക്കിയത് പ്രകാരം നിങ്ങളുടെ കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ടാവാം, തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. എത്ര പേർക്കുള്ള പ്രോബ്ലം, കൺസിസ്റ്റൻസി പ്രോബ്ലം ഉള്ളത്? തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ജസ്റ്റ് കമന്റ് ആവും, തുടർച്ച കൊണ്ടുവരാൻ കഴിയുന്നില്ല. Comment down, me in the comment here. Just be honest. Let's be honest here. Can we help each other?
ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റും? നമ്മുടെ ഇൻസെക്യൂരിറ്റി മറികടന്ന് സത്യസന്ധമായി സംസാരിച്ച് തുടങ്ങുമ്പോൾ, ഹോണസ്റ്റ് ആയിട്ട് തുറന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ജേണി കുറച്ചുകൂടെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ടാവാം, തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. സോർണോ, തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ എന്ത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന് പുറമെ വേറെ എന്ത് പ്രോബ്ലം ഉള്ളത്? ചിലരെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച രൂപത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. I have to increase this position so that I think we can. Okay, കുറച്ചുകൂടി ബെറ്റർ പൊസിഷൻ ആണെന്ന് തോന്നുന്നു. How do I look? Am I looking better the position? Okay, very good. All right. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല, തുടർച്ച നഷ്ടപ്പെടുന്നുണ്ടാവും. ചിലർ ഡിപ്രഷനിലേക്ക് വല്ലാണ്ട് പോകുന്നുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേ, ഞാൻ ഡിപ്രഷനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദുഃഖിതയാവുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിഷമത്തിലേക്ക് പോകുന്നു, ഞാൻ എന്നെ വല്ലാണ്ട് കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുമായിട്ട്. അവരൊക്കെ എല്ലാവരും ഉഷാറായി പോകുന്നല്ലോ, എനിക്ക് ഉഷാറായി പോകാൻ പറ്റുന്നല്ലോ. ചിലർക്ക് ചിലപ്പോൾ പെർഫെക്ഷനിസം ആയിരിക്കും പ്രോബ്ലം ഉണ്ടാവുന്നത്. അതായത് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്താഗതി. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലരുടെ പ്രശ്നം എന്ന് വെച്ചാല് എക്സ്പേർട്ട് ആവണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ നോളജും എനിക്ക് നേടിയെടുക്കണം എന്ന ചിന്താഗതി ഉണ്ടാവും. എല്ലാ നോളജും എല്ലാ അറിവും ഞാൻ നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞാനത് ചെയ്യൂ എന്നുള്ള ചിന്താഗതിയുള്ളവരുണ്ടാവും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ പെർഫെക്ഷനിസം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ചിന്താഗതി. നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ചിലർക്ക് എത്ര ചെയ്താലും ഞാൻ ഉഷാറല്ല, ഞാൻ പോരാ, ഞാൻ ഇതൊന്നും അല്ല എനിക്ക് ചെയ്യാൻ കഴിയും, ഇതിലേറെ എനിക്ക് ചെയ്യാൻ കഴിയും എന്നതിൽ ദുഃഖിതരാകുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും ചുരുക്കി പറയാ, എങ്ങനെയെങ്കിലുമൊക്കെ മൂഡ് നശിക്കുന്നു, എനർജി നഷ്ടപ്പെടുന്നു, തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പല കാരണങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു, വേറെ ഒരാളും നമ്മളെ സഹായിക്കാൻ വരില്ല, നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചേ പറ്റൂ എന്നൊരു മെസ്സേജ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ സെഷനിൽ. 2 ദിവസം മുൻപ് കഴിഞ്ഞ 2 ദിവസത്തെ സെഷനിലായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മുടെ സ്വപ്നമാണ്, നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ബാധിച്ചിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാല്, എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഐ നീഡ് ഹെൽപ്പ്. യെസ്, യു നീഡ് ഹെൽപ്പ്. മനുഷ്യന്മാർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്, ഒരു ട്രൈബൽ ആനിമലാണ്, ഒരു ഗോത്രവർഗ സമൂഹത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റുന്നതിൽ വലിയ പ്രയാസം ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്കിൽ യു നീഡ് ഹെൽപ്പ്. നമുക്ക് എല്ലാവർക്കും, കാരണം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. നമ്മളുടെ ട്രോമകളോ, നമ്മളുടെ പെയിനോ, നമ്മളുടെ ബുദ്ധിമുട്ടോ, നമ്മളെ പ്രയാസങ്ങളോ, കഷ്ടപ്പാടുകൾ കൊണ്ടോ ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിൽ നിന്നും പിന്തിരിയുന്ന ഒരു സംഗതിയുണ്ട്, ഒളിച്ചോടുന്ന ഒരു സംഗതിയുണ്ട്. നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നത് അൺകംഫർട്ടബിൾ ആണ്. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഫേസ് ചെയ്യുന്നത് അൺകംഫർട്ടബിൾ ആണ്. അതായത് പ്രയാസമുണ്ടാക്കുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് പ്രയാസമാണ്. പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നത് നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു വ്യക്തിയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് സംസാരിച്ച് ക്ലിയർ ആക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസ് നിങ്ങളുടെ ജോലിയിൽ വരുമാനം വർദ്ധിപ്പിക്കണം, സംഗതികൾക്ക് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു.
സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ആ പ്രയാസമുള്ളൊരു സംസാരമാണ്. ആ ബോസിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ബോസ് എന്ത് തിരിച്ചു പറയും എന്ന പ്രയാസം. ചില വ്യക്തികളോട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും? അപ്പൊ അത് പറയാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്താണ്? അത് ഒളിച്ചോടുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ട്രോമ കൊണ്ടുള്ള സംഗതികൾ കൊണ്ടുള്ള ട്രോമ റെസ്പോൺസ് ആണ്. ഫ്ലൈറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള റെസ്പോൺസ് ആണ്. സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ ഒളിച്ചു. അപ്പൊ നമ്മൾക്കൊന്ന് വിശാൽ അങ്ങനെയൊക്കെ നമ്മൾ ഒളിച്ചോടി പലപ്പോഴും നമ്മൾ എന്തായിരുന്നു? ഒറ്റക്കായി പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്നേഹം കിട്ടുന്നു, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, നിങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യും? യെസ് ഓർ നോ? നിങ്ങളെ മറ്റുള്ളവർ ആരും മനസ്സിലാക്കുന്നില്ല. ഈ കമ്മ്യൂണിറ്റിയിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കാര്യങ്ങൾക്ക് അനുസരിച്ച്. അപ്പൊ നിങ്ങളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഓക്കെയാണ്. കാരണം ഈ സ്ക്രീനിൽ നിന്ന് വന്നിട്ട് എന്നെ വന്ന് കടിച്ചു തിന്നൊന്നുമില്ലല്ലോ. ഈ സ്ക്രീനിൽ വന്നിട്ട് എന്ന് വെച്ചാൽ എന്നെ ഇടയ്ക്ക് എന്നോട് ചൂടാവുമെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ആവാലോ. ഞാൻ സേഫാണ്. നിങ്ങൾ പേടിക്കുന്ന വൺ ഫാക്ടർ എന്താണ്? അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണ് അൺകംഫർട്ടബിൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാക്കി നമുക്ക് ഇതിനെ മാറ്റണം. സോ കമന്റ് ഡൗൺ, ഐ നീഡ് ഹെൽപ്പ്. ഒന്ന് കമന്റ് ചെയ്തേ, എത്ര പേർക്ക് ഐ നീഡ് ഹെൽപ്പ്, എനിക്ക് ഹെൽപ്പ് വേണം? ഐ നീഡ് ഹെൽപ്പ്. ജസ്റ്റ് കമന്റ്. എന്നെ മാറ്റാൻ ഐ നീഡ് ഹെൽപ്പ്. ഓക്കെ, ഐ നീഡ് ഹെൽപ്പ്, ഐ നീഡ് ഹെൽപ്പ്. എന്നെ മാറ്റാൻ സിസ്റ്റർ മനസ്സിലാവുന്നുണ്ടോ? ഐ നീഡ്. അശ്ന പറയുന്നു ഐ നീഡ് ഹെൽപ്പ്. ജിലാന പറയുന്നു ഐ നീഡ്. അക്ബർ പറയുന്നു ഐ നീഡ് ഹെൽപ്പ്. അഭിലാഷ് പറയുന്നു ഐ നീഡ് ഹെൽപ്പ്, ഐ നീഡ് ഹെൽപ്പ്, ഐ നീഡ് ഹെൽപ്പ്. വെരി ഗുഡ്. എല്ലാവരും വി നീഡ് ഹെൽപ്പ്. കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു കാര്യം ഫേസ് ചെയ്ത് പോകാന്ന് പറയുന്നത്, നമുക്ക് ഇനീസിയേഷൻ എടുക്കാൻ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അത് ഹെൽപ്പ് ചോദിക്കുക എന്ന് പറയുന്നത് ഇനീസിയേഷൻ. ഹെൽപ്പ് ചോദിക്കുക എന്ന് പറയുന്നത് ഇനീസിയേഷൻ ആണ്. അത് മാത്രമാണോ? ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കലാണ് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെൽഫ്ലെസ് സർവീസ് എന്ന് പറയുന്നത്. സർവീസ് എന്ന് പറയുന്നത് എന്താണ്? സർവീസ് എന്ന് പറയുന്നത് അത് സേവനം. എന്ന് സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സേവനം എന്താണെന്നറിയോ? മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സേവനം എന്താണെന്നറിയോ? എനിക്ക് ഹെൽപ്പ് വേണം എന്ന് നമ്മൾ പോയിട്ട് ചോദിക്കലാണ്. നമ്മൾ വിചാരിക്കും അത് സെൽഫിഷ് ആണ് എന്നുള്ളത്. അത് സെൽഫിഷ് അല്ല. അത് സെൽഫിഷ് അല്ല. നമ്മൾക്ക് ഹെൽപ്പ് വേണം എന്നുള്ളത് ചോദിക്കലാണ് ഏറ്റവും മികച്ച സർവീസ്. നമ്മൾ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളെ അനുവദിക്കുക. അതാണ് ഏറ്റവും മികച്ച സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണെന്നറിയോ? അങ്ങനെ നമ്മൾ ഏറ്റവും പ്രയാസമുള്ള സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വേറൊരാള് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് തുറന്ന് അവരോട് ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞ് അതിലേക്ക് സബ്മിറ്റ് ചെയ്യാതിരിക്കുക, സഹകരിക്കാതിരിക്കലാണ്. വേറൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിനോട് നോ പറയലാണ് ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള കാര്യം. സത്യസന്ധമായിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുന്ന കമന്റ് ഇവിടെ ചെയ്യാൻ പറയുമ്പോൾ ചില ആൾക്കാർക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് പറയാൻ മടിയാ. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, ദാറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളെ ആരെങ്കിലും അപ്പൊ നമ്മൾ ഇനീസിയേഷൻ നമ്മൾ എടുക്കുക. ഐ നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീസിയേഷൻ നമ്മൾ എടുക്കണം. എനിക്ക് ഹെൽപ്പ് വേണം. ആ ഇനീസിയേഷൻ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ മെന്ററുടെ അടുത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ കോച്ചിന്റെ അടുത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ ട്രെയിനറുടെ അടുത്ത് പോകേണ്ടി വരും. ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ സുഹൃത്തിന്റെ അടുത്ത് പോകേണ്ടി വരും. മനസ്സറിഞ്ഞ് തുറന്ന് എനിക്ക് സഹായം ആവശ്യമുണ്ടടാ, എനിക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടടാ എന്ന് പറഞ്ഞ് ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാനുള്ള
അവർ നോ പറഞ്ഞോട്ടെ. ആ ചോദിക്കാനുള്ള മനസ്സുണ്ടാവുന്നിടത്താണ് അത് ആ വിശാലം, അതാണ് അക്സെപ്റ്റൻസ്, അതാണ് സബ്മിഷൻ, അതാണ് നമ്മൾ ഹീൽ ചെയ്യാൻ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോഴാണ്, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സർവീസ്. എന്താ? അങ്ങനെ നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീസിയേഷൻ എടുക്കുമ്പോൾ, നമ്മൾ ആ ഒരു വലിയ മനസ്സ് കാണിക്കുമ്പോൾ അത് സർവീസായി മാറുന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ നന്നാകുന്നു. നമ്മൾ നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് മറികടന്ന് തിരിച്ചു വന്ന് റെഡി ആയിട്ട് വരുന്നു. അങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ അത് സമൂഹത്തിന് ഉപകാരപ്പെടും. നമ്മുടെ ബന്ധങ്ങൾ ഉപകാരപ്പെടും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളെ അനുവദിക്കുന്നതിലൂടെയാണ് അയാളെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല സേവനമാണ്. അപ്പൊ ചില കോൺവെർസേഷൻസ് ഉണ്ടാവും, ചില സംഗതികൾ ഉണ്ടാവും, ചില സുഹൃത്തുക്കൾ നിങ്ങളോട് നടത്തുന്ന ചില ചർച്ചകൾ ഉണ്ടാകും, ചില കാര്യങ്ങൾ തുറന്നു പറയും. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസമായി. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുമ്പോൾ നിങ്ങൾക്കതൊരു കുറ്റപ്പെടുത്തലായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കതൊരു പ്രയാസമായി തോന്നുന്നുണ്ടോ? എങ്കിൽ മനസ്സിലാക്കുക, അത് സത്യമായിരിക്കാം. അവർ പറയുന്ന കാര്യം സത്യമായിരിക്കാം. ശരിയായിരിക്കാം, നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാം. ശരിയായിരിക്കാം, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാം. നമുക്കും അറിയാം അങ്ങനെ പ്രശ്നമുണ്ട് എന്ന്. പക്ഷെ പലപ്പോഴും എന്ന് വെച്ചാൽ അത് സമ്മതിക്കാൻ നമ്മളുടെ ഡിഫൻസ് മെക്കാനിസം അനുവദിക്കില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പ്രതിരോധ മനോഭാവത്തിലേക്ക് പോവുകയും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ നമ്മുടെ ട്രാപ്പ്. അതാണ് വൺ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാപ്പ് എന്ന് പറയുന്നത്, നമ്മളെ ഷുഗർ കോട്ട് ചെയ്ത് നമ്മളെ കംഫർട്ട് സോണിൽ നിർത്തി നമ്മളെ അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, എന്ത്? നമ്മുടെ ട്രാപ്പ് അതാണ്. നമ്മുടെ ട്രാപ്പ് തിരിച്ചറിയണം. നമുക്ക് ഇഷ്ടമില്ലാത്ത കോൺവെർസേഷൻസിലാണ് നമ്മളുടെ വിജയിക്കാനുള്ള വാതിൽ കിടക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആ സാഹചര്യങ്ങളിലായിരിക്കാം നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന, നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോ അവിടെ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരിക്കും, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവിടെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത്. ഹലോ, ക്ലിയർ ആണോ പറയുന്നത്? ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള, നിങ്ങളോട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രയാസമുള്ള കോൺവെർസേഷൻ എന്താണ്? വളരെ സത്യസന്ധമായി ജെന്യുവിനായിട്ട് നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനത്തെ ഒരാളാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി പറഞ്ഞിട്ടുണ്ടാവും, നീ ഇങ്ങനത്തെ ഒരാളാണ്, നിനക്ക് ഇങ്ങനെ ഒരു ദേഷ്യമുണ്ട്, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പം അത് ശരിയായിരിക്കാം. പ്രത്യേകിച്ച് അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, നിങ്ങൾക്ക് തന്നെ അതെന്ന് വെച്ചാൽ അത് പറയുക, അത് കേൾക്കുമ്പോൾ ദേഷ്യം വരിക. ഈ ദേഷ്യം വരുന്നത് ഇത് എവിടുന്നാ വരുന്നേ? ഈ ദേഷ്യം വരുന്നുണ്ട്, ഇത് എവിടുന്നാ വരുന്നേ? അയാൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു, അറിവില്ലാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. പക്ഷെ ആളോട് ആ പറയുന്ന സമയത്ത് നമുക്കൊരു ദേഷ്യം വരുന്നുണ്ടോ? ചിലപ്പോ ഉള്ളിന്റെ ഉള്ളിൽ അത് സത്യമായിരിക്കാം. പക്ഷെ ആ ദേഷ്യം വരുന്ന വെച്ചാല് നമ്മളുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുത്തിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത പോലെ, നമ്മളെ അങ്ങോട്ട് വലിച്ചു കീറിയ പോലെ. നമ്മളുടെ ഐഡന്റിറ്റി, നമ്മൾ മാസ്ക് ഇട്ട് നടന്ന, നമ്മൾ ഒളിഞ്ഞു നടന്നിരുന്ന, നമ്മൾ ആരെയും കാണിക്കാതെ ആരോടും പറയാതെ നടന്നിരുന്ന ആ ഒരു സംഗതി, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വൃത്തികെട്ട രൂപം മറ്റുള്ളവരെ കാണിക്കാതെ അത് വേറൊരാൾ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, മറ നീക്കിയാണ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് പേടി, നമുക്ക് അസ്വസ്ഥത, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് അൺകോൺഷ്യസ് ലെവൽ,
ബോധപൂർവമല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ചാടുന്നു. എന്ത്? നമ്മുടെ യഥാർത്ഥ സ്വഭാവം. ആ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമമാണ് ആ ദേഷ്യം. നമുക്ക് ദേഷ്യം വന്നു, നമുക്ക് വിഷമം വന്നു, നമുക്ക് സങ്കടം വന്നു, നമുക്ക് പ്രയാസം വന്നു, നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഇറിറ്റേഷൻ കയറുന്നു. എന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞു, നമ്മൾ അസ്വസ്ഥനാവുന്നു. അതിനർത്ഥം എന്താണെന്നറിയോ? അൺകോൺഷ്യസ് ലെവലില് വലിച്ചു കീറി. സത്യമാണ് വിളിച്ചു പറഞ്ഞത്. നമ്മൾ പറയാണ് നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മളോട് സ്നേഹമില്ല. നമ്മൾ പറയാം നമ്മളോടുള്ളിൽ, എന്നെ മനസ്സിലാക്കിയിട്ടല്ല സംസാരിക്കുന്നത്, എന്നോട് സ്നേഹത്തിൽ പറഞ്ഞൂടെ, എന്നാ എനിക്ക് മനസ്സിലാവൂലേ? ഇങ്ങനെ പല ന്യായീകരണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു. യെസ് ഓർ നോ? ഹലോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ അത് തന്നെ ആയിരിക്കും. നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുക. കാരണം നമ്മുടെ ആ വീക്ക് ഏരിയ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് കറക്റ്റ് ചെയ്യാൻ പ്രയാസാണ്. യെസ് ഓർ നോ? നമ്മുടെ വീക്ക് ഏരിയയുടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ, നമ്മൾ മറച്ചുകൊണ്ട് നടക്കുന്ന ഏരിയ, നമ്മൾ മൂടി വെച്ചുകൊണ്ട് നടക്കുന്ന ഏരിയ, ആരെയും കാണിക്കാതെ കൊണ്ട് നടക്കുന്ന ഏരിയ, ആ ഏരിയയിലായിരിക്കണം നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. ആ ഏരിയ ഏതാണ്? ആരെയും കാണിക്കാതെ, ആരെങ്കിലും ഒക്കെ പുറത്തേക്ക് അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാവുന്ന, ദേഷ്യം വരുന്ന, സങ്കടം വരുന്ന, ഇഷ്ടമില്ലാത്ത, അസ്വസ്ഥനാകുന്ന ആ ഏരിയ ഏതാണ്? നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ, നിങ്ങളുടെ ശീലങ്ങളിൽ. ആ ദുശീലങ്ങളായിരിക്കാം ചിലപ്പോൾ. ചില ദുശീലങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് അത് ആരെയും കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ദുശീലം. അത് അവിടെ ദുശീലങ്ങളിൽ ചിലപ്പോൾ അത് കാണാൻ പറ്റും. ചില നിങ്ങളുടെ പെരുമാറ്റത്തിലായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക രീതിയിൽ പെരുമാറുന്നുണ്ടാവും. സ്വഭാവ പെരുമാറ്റം. പെരുമാറ്റം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള റിയാക്ഷൻസ്. ദേഷ്യമാവാം, അസൂയ ആകാം, അല്ലെങ്കിൽ മറ്റുള്ള സങ്കടങ്ങളാവാം. നമ്മളിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഗതി ഉണ്ട്, പെരുമാറ്റത്തിലാവാം. അതും അല്ലെങ്കിൽ ചിലർ നമ്മളോട് പറയുന്നുണ്ടാവും, നീ വർക്ക് ചെയ്യേണ്ടത് ഇന്ന ഏരിയയിലാണ്, നിന്റെ പ്രോബ്ലം ഇതാണ്, നീ എല്ലാം അറിയുന്നവനായിട്ട് നടിക്കുന്നുണ്ടാകും, നിനക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം, പക്ഷെ നിന്റെ കാര്യം വരുമ്പോൾ നീ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നില്ല, നീ പഠിക്കുന്നില്ല, നീ എഫേർട്ട് ഇടുന്നില്ല, നീ പ്ലാൻ ചെയ്യുന്നില്ല, നീ പണിയെടുക്കുന്നില്ല എന്നൊരു സത്യം ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. സത്യമായിരിക്കാം. So accept the reality. What is the reality? What is the toughest conversation that you can have with yourself? നിങ്ങൾക്ക് നിങ്ങളോട് നടത്താൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന വേറെ ഒരാളെയും ബോധ്യപ്പെടുത്തണ്ട. You have to sit with yourself and ask yourself, who the hell are you? Who are you? Who really are you? നിങ്ങൾ ആര്? നിങ്ങൾ എന്താ? പച്ചയ്ക്ക് ചോദിക്കുക. നിങ്ങൾ മടിയനാണോ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങൾ ദേഷ്യമുള്ള ആളാണോ? തിരിച്ചറിയുക, എന്നിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യണം. യെസ്, ഐ ഹാവ് ദിസ് പ്രോബ്ലം, എനിക്കിത് കറക്റ്റ് ചെയ്യണം. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഐ ഹാവ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്. അതാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണൽ റെസ്പോൺസ്. ഞാൻ ഇനീഷ്യേഷൻ എടുക്കണം. എന്തിനാ ഇനീഷ്യേഷൻ എടുക്കേണ്ടത്? ടു ഗെറ്റ് ഹെൽപ്പ് ടു ഫിക്സ് മൈ പ്രോബ്ലം. എന്റെ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് ഹെൽപ്പ് വേണം. എനിക്ക് ഹെൽപ്പ് വേണം. ഐ നീഡ് ഹെൽപ്പ് ബിക്കോസ് ഐ എം ഇൻ ബിഗ് ട്രബിൾ. ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലാണ്, ഞാനൊരു വല്ലാത്ത വിഷമത്തിലാണ്, ഞാനൊരു വല്ലാത്ത സങ്കടത്തിലാണ്, ഞാനൊരു വല്ലാത്ത ഇത്ര കാലമായി ഞാൻ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നു. ഐ നീഡ് ഹെൽപ്പ്. ഏത് ഹെൽപ്പാ വേണ്ടത് ഇനി? അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തേ പറ്റൂ. വി കനോട്ട്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ചിലവർക്ക് EFT വർക്ക്ഔട്ട് ചെയ്യും, ചിലവർക്ക് EFT വർക്ക്ഔട്ട് ആകും. EFT വർക്ക്ഔട്ട് ആകുന്ന EFT മാത്രമല്ല, EFTയുടെ പ്രത്യേകത എന്താ വെച്ചാൽ there is an element of EFT which has like faith healing. ഈ ഫെയ്ത്ത് ഹീലിംഗിൽ ഒരു വിധം കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആയിപ്പോ. ചില കേസിൽ ചില ആൾക്കാർ ഒരുപാട് കാലമായിട്ട് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടും ഇൻസെക്യൂരിറ്റി കൊണ്ടും ലാക്ക് ഓഫ് ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടും ഇവർക്ക് ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം ഡെവലപ്പായി വരില്ല. അങ്ങനെ ഡെവലപ്പായി വരാത്ത ആൾക്കാരുണ്ടോ? എത്ര ഫെയ്ത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഫെയ്ത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാതെ നിൽക്കുന്നവർ.
കാരണം അതൊരു ട്രോമയായിട്ട് മാറി. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെയ്ത്ത് ഹീലിംഗിന്റെ ഒരു പവർ, ഫെയ്ത്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു ഹീലിംഗിന്റെ ഒരു പവർ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സോ സംടൈംസ് യു നീഡ് ടു ഡെവലപ്പ് ദാറ്റ്. ആദ്യം ആ ട്രോമ വേറെ രീതിയിൽ ഹീൽ ചെയ്തിട്ട് ഈ ഒരു ഇൻസെക്യൂരിറ്റി, ലാക്ക് ഓഫ് ട്രസ്റ്റ് ചിലപ്പം മനസ്സിൽ നിന്ന് കളയേണ്ടി വരും. സോ യു നീഡ് ടൈം. ചിലപ്പോൾ ടൈം എടുക്കും. ചിലപ്പോൾ ഡിഫറെന്റ് മെത്തഡോളജി വേണ്ടി വരും. ചിലപ്പോൾ മെഡിക്കൽ സപ്പോർട്ട് വേണ്ടി വരും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സം പീപ്പിൾ നീഡ് മെഡിക്കൽ സപ്പോർട്ട്. ലൈക്ക് സൈക്യാട്രിക് മെഡിസിൻസ് ചിലപ്പോൾ കഴിച്ചിട്ടൊന്ന് കൂളാക്കി സമാധാനമാക്കി റെഡിയാക്കി കുറച്ചൊക്കെ ഒന്ന് മാനേജബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായതിനു ശേഷമായിരിക്കാം ചിലപ്പോ ഈ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഫോർ സം പീപ്പിൾ, കാരണം എല്ലാവരും യുണീക്ക്, ഓരോരുത്തരുടെ പ്രോബ്ലം പലതുമാണ്. ചിലരുടെ ഇഷ്യൂ ADHD ആയിരിക്കും, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും. ചിലവർക്ക് OCD പ്രോബ്ലം ഉണ്ടായിരിക്കും, ട്രോമ വന്നിട്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം NPD പ്രോബ്ലം ഉണ്ടാവാം. ചിലരെ സംബന്ധിച്ചിടത്തോളം BPD പ്രോബ്ലം ഉണ്ടാകും, ബൈപ്പോളാർ ഡിസോർഡർ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് BPD. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പല അവസ്ഥകളിലേക്ക് ട്രോമയിലൂടെ കടന്നുപോയിട്ട് പല അവസ്ഥകളിലേക്ക് എത്തിയവരുണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത എന്നുള്ളതിന്റെ ഉത്തരങ്ങൾ ചിലപ്പോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. ചിലർക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം ആയിരിക്കും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ കുറെ വേർഡുകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ചില അവസ്ഥകളാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് വരാൻ കഴിയാത്തത്? ചിലപ്പോൾ ചില പെർമനന്റ് ആയ ചില ഡിസോർഡറുകൾ നമുക്ക് വന്നിട്ടുണ്ടാവും, ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എനിക്ക് അസുഖമുണ്ടോ, എനിക്ക് ഡോക്ടറെ കാണിക്കണം? എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറെ കാലമായിട്ട് നിങ്ങൾ ഇത് പല മെത്തേഡുകളും പല മെഡിറ്റേഷൻസും പല തെറാപ്പിയും പല സംഗതികളും പല മെത്തേഡുകളും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? മേ ബി യു നീഡ് എ ഡിഫറെന്റ് മെത്തേഡ്, മേ ബി യു നീഡ് ഹെൽപ്പ്. വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ചില ഹെൽപ്പുകൾ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ചിലതിൽ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ചിലർക്കൊക്കെ എന്താ വെച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണുന്നത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നത് പ്രശ്നമാണ് ചിന്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ പോയി കാണുന്നത്. നോ, ചില കേസിൽ നമുക്ക് എന്താ വെച്ചാൽ പോകേണ്ടി വരും. യു നീഡ് ടു ടേക്ക് ഗോ ആൻഡ് ഒരു കുറച്ച് പീരീഡ് അതിന്റെ ഒരു മെഡിസിൻ എടുത്ത് അത് നിങ്ങളെ ഒന്ന് നോർമൽ ആക്കി ഹെൽപ്പ് ചെയ്ത് സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും വർക്ക്ഔട്ട് ആയിരിക്കും. മേ ബി ദാറ്റ് ഈസ് ദ റീസൺ. മനസ്സിലാവുന്നുണ്ടോ? വി നീഡ് ഹെൽപ്പ്, അണ്ടർസ്റ്റാൻഡ്, ആൻഡ് വി നീഡ് ദ റൈറ്റ് ഹെൽപ്പ്. ആ റൈറ്റ് ഹെൽപ്പ് ചിലപ്പം ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണലോ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ചിലപ്പോൾ നിങ്ങൾ ഈ പല സംഗതികളും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. യു ഹാവ് ടു എക്സ്പ്ലോർ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അനുവദിക്കൽ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതിന്റെ കൂടെ നമ്മുടെ ഈ ഒരു കോഴ്സുകൾ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ പഠിക്കുക, ഇതെല്ലാം കൂടെ ചിലപ്പോൾ വേണ്ടി വരും. സംടൈംസ് യു നീഡ് പ്രെയർ. വളരെ ആത്മാർത്ഥമായിട്ട് ജെനുവിനായിട്ട് ആ ഫെയ്ത്ത് ഹീലിംഗിന്റെ പവർ ഉണ്ട്. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രെയർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കും. അത് നിങ്ങളെ ശരിക്കും കുറച്ചുകൂടെ എന്താ വെച്ചാൽ കാമാക്കി മാറ്റും. നിങ്ങൾ പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളെ തന്നെ നിങ്ങളെ റീട്രോമറ്റൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കടത്തിവിടരുത്. അതെന്താണ്? ഞാൻ പോരാ, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പലതിലേക്കും ഫോഴ്സ് ചെയ്യാൻ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെയാണ്? യു നീഡ് ടു ഹെൽപ്പ് യുവർ സെൽഫ് ഇൻ എ ജെന്റിൽ വേ. വളരെ ജെന്റിൽ ആയിട്ടുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എല്ലാത്തിനും ഫോഴ്സ് ചെയ്യരുത്. ADHD ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ വായിക്കാൻ കഴിയില്ല. വായന ഒരു പ്രശ്നമായിരിക്കും. അവർക്ക് വായിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വായിക്കാൻ കഴിയില്ല. വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴേക്കും ഫോക്കസ് കിട്ടില്ല. അവിടെ ഇവിടെയും കുറച്ചൊക്കെ വായിക്കും. അവർക്ക് ADHD ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും എന്താ സംഭവിക്കാം? ദേ കനോട്ട് റീഡ്. അപ്പൊ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഓവറായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് റീഡ് ചെയ്യണം നിങ്ങൾ വല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും? നിങ്ങൾ കൂടുതൽ ദുഃഖത്തിലേക്ക് പോകും. കാരണം നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യും. വേറെ കുറെ ആൾക്കാർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ചിലർ ഭയങ്കരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും, മെഡിറ്റേഷനിൽ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. ചിലർക്ക് മെഡിറ്റേഷനിൽ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റാത്തവരുണ്ടാവും.
ഫോഴ്സ് ചെയ്ത് വല്ലാണ്ട് ഇരുത്തി വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കുന്നവരുണ്ടാവും. അപ്പൊ ചിലർക്ക് എന്താ വെച്ചാൽ കോൺസെൻട്രേഷൻ തീരെ ലൈക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ യു ഷുഡ് ട്രൈ, ബട്ട് യു ഷുഡ് ഡു ഇറ്റ് ഇൻ എ ജെന്റിൽ വേ. ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മച്ച് ഓർ ഡോണ്ട് ബീറ്റ് യുവർ സെൽഫ്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് സെൽഫ് ലവ് കൊടുത്ത് പതിയെ നിങ്ങൾ അതിലേക്ക് എത്തിക്കണം. ഈ പറഞ്ഞ ADHD ഉള്ള ആൾക്കാർക്ക് വായിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും വായിക്കുക. സംടൈംസ് ദേ നീഡ് അത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ADHD ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ മേ നീഡ് സം മെഡിക്കേഷൻ വേണ്ടി വരും. എന്നിട്ട് ഒന്ന് കോഴ്സിലൂടെ കടന്നുപോയി ഒന്ന് നോർമലായി സെറ്റ് ആയതിനു ശേഷം പിന്നീട് ചിലപ്പോൾ മെഡിക്കേഷൻ വേണ്ടി വരില്ല, മെഡിസിൻസ് വേണ്ടി വരില്ല. അവർ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ദെൻ അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവിടെ അങ്ങോട്ട് മെഡിറ്റേഷൻസ് ചെയ്യാനും ഈ വായിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് അവർ പതിയെ എന്ത് ചെയ്യും, അവർ ഡെവലപ്പ് ചെയ്ത് സെറ്റ് ആയിട്ട് വരും. സോ ദർ ആർ തിങ്സ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യണം. വി ഹാവ് ടു അഡ്രസ് പ്രോപ്പർലി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വാട്ട് ഈസ് യുവർ വൺ ലിമിറ്റിംഗ് ഫാക്ടർ? സത്യസന്ധമായിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എക്സ്പ്ലോർ ചെയ്യണം. നമ്മളെ സെൽഫ് അവയർനെസ് കൊണ്ടുവന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എന്താണ് എനിക്ക്, എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കുക. യാഥാർത്ഥ്യം എന്താണ്, എവിടെയാണ് നിങ്ങളുടെ പ്രോബ്ലം, ആക്ച്വൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പ്രോബ്ലം എന്താണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയാൻ ശ്രമിക്കണം. അറിയാൻ ശ്രമിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക്, നിങ്ങളാക്കി മാറ്റുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? ഇറങ്ങി തിരിച്ചേ പറ്റൂ. സോ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എന്ത്, വാട്ട് ഈസ് യുവർ വൺ ലിമിറ്റിംഗ് ഫാക്ടർ? എന്താണ് നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ? എന്താണ് അത്? ചിലപ്പോൾ ചില കാര്യത്തിലുള്ള നോളജ് ആയിരിക്കാം, ചിലപ്പോൾ ചില കാര്യത്തിലുള്ള ഹെൽപ്പ് ഞങ്ങൾക്ക് വേണ്ടതായിരിക്കാം. എന്താണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഹലോ, am I audible? സോ നിങ്ങളുടെ ആ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളത് നിങ്ങളോട് ചോദിക്കണം. ഞാൻ ഇനി കുറച്ച് എക്സസൈസിലേക്ക് നമുക്ക് പോകാം, കുറച്ച് കാര്യങ്ങളിലേക്ക്, കുറച്ച് എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. If you are ready, let's begin. ശരത് എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണം. ഓക്കെ റെഡിയാണ്. സോ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, there is always a one limiting factor or which considers the speed at which you achieve your goal. നിങ്ങളുടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണ്? ചില ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ആ ടീമുമായിട്ട് നല്ല രീതിയിലേക്ക് ചിലപ്പോൾ ഹെൽപ്പ് വേണ്ടി വരും ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. ദുബായിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുകയാണ്, ഞാന് ഷാഫിക്ക, നിങ്ങള് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് അറിയുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് നാട്ടിലൊരു ടീം ഉണ്ടായിരുന്നു. നാട്ടില് പക്ഷെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ദുബായിലേക്ക് പോയി. ദുബായിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് കുറച്ച് ഇവന്റുകൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, എനിക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഇവിടെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരാൾ വേണം, അല്ലെങ്കിൽ സംഗതികൾ വേണം, എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് ഇൻസൈറ്റ്സ് തരാനുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ
ചില കാര്യത്തിൽ നമുക്ക് ഹെൽപ്പ് വേണം. ഇതിനു മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, ഗ്രോ ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ പോലും ടീമിനെ ഡെവലപ്പ് ചെയ്യാത്ത മനുഷ്യനാണ്. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ടീമാണ് അദ്ദേഹം ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നത്. നമുക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വി നീഡ് ഹെൽപ്പ്. നമ്മളുടെ ഗ്രോത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ചിലപ്പോൾ നമ്മൾക്ക് ടീം ഇല്ലാത്തതായിരിക്കാം. നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റത്തിന് ഒരാൾ വേണ്ടി വരും. ഇതേപോലെ തന്നെ ഒരു ട്രെയിനർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് കാലമായിട്ട് 2-2.5 വർഷത്തോളമായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രെയിനിങ് ചെയ്തിട്ട് അവർക്ക് എന്താണ് പ്രോബ്ലം? അവരിപ്പോ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടും ചാലഞ്ചസും സംഗതികളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അവരെന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ടിപ്സ് തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ, അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ മനസ്സിലായി, ഞാൻ കൊളാപ്സ് ആയി പോകുന്നു, എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. എന്താ പ്രശ്നത്തിന്റെ കാരണം? എന്താണ് കാരണം എന്ന് പറയുന്നത്, അവരും ടീം ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ സംടൈംസ് വി നീഡ് ഹെൽപ്പ്. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നില്ല എന്നുള്ള എന്തുകൊണ്ടാണ് ടീം ഡെവലപ്പ് ചെയ്യാത്തത്? മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നമ്മുടെ ബെനിഫിറ്റ്സുകൾ, അതല്ലെങ്കിൽ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഉഷാറായിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ട്. ഞാൻ ചിന്തിക്കുന്ന അത്ര ജെനുവിൻ ആയിട്ട് ചിന്തിക്കുന്ന, അത്രയും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരില്ല എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരുടെ നന്മകൾ വിശ്വസിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഞാൻ എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ എന്റെ മുൻപിൽ വരുന്ന ആൾക്കാരെല്ലാവരും എന്നെക്കാളും സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവരെന്നെ പറ്റിച്ചു പോകും എന്നുള്ള ഇൻസെക്യൂരിറ്റി ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ അവരുടെ മുൻപിൽ ഞാൻ കുറഞ്ഞു പോകുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റി ഉള്ളവരുണ്ട്. ഇതൊക്കെ ആയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റിംഗ് ഫാക്ടർ. നിങ്ങൾ എന്തുകൊണ്ട് ഗ്രോ ചെയ്യുന്നില്ല? നിങ്ങൾ സപ്പോർട്ട് ചോദിക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പ്രയാസമാണ്, മറ്റുള്ളവരെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പ്രയാസമാണ്, മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പ്രയാസം സംഗതി. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫേസ് ചെയ്യാൻ തയ്യാറല്ല. സോ വാട്ട് ഹാപ്പൻസ്? യു വിൽ സ്ട്രഗിൾ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എവിടെയാണ് നിങ്ങളെ അറിയാം, മറ്റുള്ളവരുടെ കൂടാരം. നിങ്ങൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന പോലെയല്ല. ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫേസ് ലോട്ട് ഓഫ് തിങ്സ്. യു ഹാവ് ടു ബി നിങ്ങൾ വേണറബിൾ ആയേ പറ്റൂ. നിങ്ങളുടെ പോരായ്മകളെ മറികടക്കാൻ ശ്രമിച്ചേ പറ്റൂ. നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾ ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് നിൽക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ട്, ആ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തിട്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാൻ തയ്യാറല്ല. ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എനിക്ക് അതിൽ ഹെൽപ്പ് വേണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തു പോകാം. ഇഫ് യു ഹെൽപ്പ് മീ, ഇഫ് യു ജനറലി അണ്ടർസ്റ്റാൻഡ് മീ, ഇഫ് യു ഹെൽപ്പ് മീ, ഐ വാണ്ട് ടു ഡു ദിസ് എന്ന് തുറന്ന് സമ്മതിച്ച് ചോദിക്കാൻ നിങ്ങൾ തയ്യാറല്ല. മേ ബി ദാറ്റ് ഈസ് യുവർ റീസൺ. That's why you are not getting help. That's why you are struggling there. Yes or no? ഹലോ, ബൾബ് കത്തുന്നുണ്ടോ? യെസ്. നിങ്ങളുടെ പേടിക്കുന്ന ഫാക്ടർ എന്താണ്? ഹലോ, യെസ് യെസ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്രോ ചെയ്യാതെ? യു നീഡ് ഹെൽപ്പ്. യു കനോട്ട് ഡു ഇറ്റ് അലോൺ. സോ മേ ബി യു നീഡ് എ റൈറ്റ് പാർട്ണർ. പാർട്ണർ ആയി കഴിഞ്ഞാൽ അവരുടെ മുൻപിൽ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് തെളിയല്ലോ, എന്റെ എല്ലാ കള്ളങ്ങളും പുറത്തു ചാടും. ഞാൻ എത്ര മടിയനാണ്, ഞാൻ എത്ര നീട്ടിവെക്കുന്ന സ്വഭാവക്കാരനാണ്, ഞാൻ എത്ര. ചിലർക്ക് എന്താ വെച്ചാൽ വേറൊരാളെ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? വേറൊരാളെ ബുദ്ധിമുട്ടിക്കല്ല, അയാൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. വേറൊരാളെന്തിനാ? എന്റെ ഈ അസുഖം ബുദ്ധിമുട്ടും പ്രശ്നമുള്ള ഞാൻ എന്തിനാ വേറൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു? എനിക്ക് വയ്യ, എനിക്ക് മതിയായി, എനിക്ക് എന്നോട് തന്നെ വിശ്വാസമല്ല, അപ്പൊ വേറെയുള്ള ആൾക്കാരും എന്നെ വിശ്വസിക്കും. സംടൈംസ് യു നീഡ് ഹെൽപ്പ്. ആദ്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, ഹെൽപ്പുകളൊക്കെ തേടുക, അത് ഫിക്സ് ചെയ്യാൻ ഒരു സൈഡ് കൂടെ ശ്രമിക്കുക. അതായത് സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ട്
നമ്മളെ സെൽഫ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കണ്ട് സൈക്യാട്രിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന തെറാപ്പികൾ ചെയ്ത് മെഡിറ്റേഷൻസ് ചെയ്ത് പ്രാർത്ഥന നടത്തി കാര്യങ്ങൾ ചെയ്ത് സംഗതികൾ ചെയ്ത് നമ്മൾ എക്സസൈസ് ചെയ്ത് വർക്ക് ചെയ്ത് നമ്മളെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു സൈഡിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇംപ്രൂവ്മെന്റ്സും സംഗതികളും ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇത് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ബെറ്റർ ആക്കുന്നതിലൂടെ നമ്മളുടെ മറ്റുള്ള പ്രൊജക്റ്റുകൾ ആവശ്യപ്പെടുന്ന ചില സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണ്ടി വരും. വി കനോട്ട് ഡു ഇറ്റ് അലോൺ. അപ്പൊ ആ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ആണ് നിങ്ങൾ റൺ ചെയ്യുന്നെങ്കിൽ, ഒരു കരിയർ വലിയ രീതിയിലേക്ക് റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ യു നീഡ് ഹെൽപ്പ് ഫോർ ദാറ്റ്. അവരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തേ പറ്റൂ. ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വൾണറബിൾ ആൻഡ് ഹോണസ്റ്റ് ആൻഡ് ഒത്തന്റിക്. നിങ്ങളോടും മറ്റുള്ളവരുടെ മുൻപിലും ഹോണസ്റ്റ് ആയിട്ട് ഒതന്റിക് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളെ ശരിക്കും സഹായിക്കാൻ കഴിയുക, ശരിക്കും നമ്മൾ അറിഞ്ഞ് സഹായിക്കാൻ കഴിയും. അങ്ങനെ അറിഞ്ഞ് സഹായിക്കാൻ കഴിയുന്നതിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഗ്രോ ചെയ്തിട്ട് കൊണ്ടുവരാൻ നമുക്ക് അവിടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത്രയും അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ വന്നിട്ട് if you won't get help even if we ask, what shall we do? സരസ്വതി പറയും, നമ്മൾ ചോദിച്ചാലും നമ്മൾ ഹെൽപ്പ് you need to ask another person. You asked the wrong person. നിങ്ങൾ സഹായം ചോദിച്ചിട്ടും അവര് നമ്മളെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് പരിപൂർണമായിട്ട് ജെനുവിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സഹായിക്കാൻ കഴിയുന്ന ഒരാൾക്കായിരിക്കില്ല നമ്മൾ ചോദിച്ചത്. അതുമല്ലെങ്കിൽ സഹായിക്കാനുള്ള മനോഭാവമുള്ള ഒരാളല്ല. അദ്ദേഹത്തിനും സഹായിക്കാൻ കഴിയാത്തതിന്റെ അല്ലെങ്കിൽ അദ്ദേഹം സഹായിക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സഹായിക്കാനുള്ള ഒരു മനസ്സ് വരാനുള്ള ഒരു സഹായം അദ്ദേഹത്തിന് ആവശ്യം. മനസ്സിലാകുന്നുണ്ടോ? സോ വി ആർ ആസ്കിങ് എ റോങ് പേഴ്സൺ. ഒന്നുകിൽ നമ്മൾ റോങ് ആയ രീതിയിൽ ചോദിക്കുന്നു, അല്ലെങ്കിൽ റോങ് ആയ ആളോട് ചോദിക്കുന്നു. അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന് സഹായിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് ഹെൽപ്പ് ആവശ്യമുണ്ട്. യെസ് ഓർ നോ? യെസ് ഓർ നോ? We need to ask another person. നമ്മൾ ആഗ്രഹിക്കുന്ന ആളിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടണം നമ്മൾ പ്രതീക്ഷിക്കരുത്. എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവർക്കും കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. ചിലർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് വ്യക്തികളിൽ നിന്ന്. കാരണം അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ, അത് സെൽഫിഷ്നെസ് ആണ്. ഇന്ന ആള് എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. നോ. ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നത് എന്താണ്? നമ്മുടെ സർവീസാന്ന് ഞാൻ പറഞ്ഞു. ഹെൽപ്പ് ചോദിക്കാതിരിക്കല്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിന് അനുവദിക്കാതിരിക്കലാണ് സെൽഫിഷ്നെസ്. പക്ഷെ ഇന്ന ആള് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്നെ മനസ്സിലാക്കണം, എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്ന സെൽഫിഷ്നെസ് ആണ്. അത് ശരിയല്ല. കാരണം അയാൾക്കും ഹെൽപ്പ് ആവശ്യമുണ്ടാവും. കാരണം അയാൾക്ക് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള അറിവില്ല, അയാൾക്ക് അതിനുള്ള കഴിവില്ല, അയാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല, അതിനുള്ള ഒരു എന്താ പറയാ, മേ ബി അറിയില്ല. അയാൾ ഓൾറെഡി ചിലപ്പം ഇതില് വലിയ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള അയാൾ ഓൾറെഡി വീക്ക് ആയിരിക്കാം. ഒരു വീക്ക് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. യു ഹാവ് ടു അഡ്മിറ്റ് ആൻഡ് അക്സെപ്റ്റ് ദാറ്റ് ചില റിയാലിറ്റീസ്. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം, നമുക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമാണ്, പക്ഷെ നമ്മൾ വീക്ക് ആണെന്നുണ്ടെങ്കിൽ വി കനോട്ട് ഹെൽപ്പ് സംബഡി. ഇഫ് വി ആർ വീക്ക് വി കനോട്ട് ഹെൽപ്പ് സംബഡി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരോട് നമ്മൾ ഹെൽപ്പ് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ചേഞ്ച് അവർ സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ ബിസിനസ്സിലാണെങ്കിൽ സംഗതി ഓക്കെ, ബട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ബട്ട് ഐ അപ്രോച്ച് മെനി ഹു ആർ എക്സ്പേർട്സ്. സരസ്വതി, എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ഡിഡ് യു ഗിവ് ദം സംതിങ്? നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല. ആർ യു റെഡി ടു പേ ദം? ചില എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേയ്മെന്റ് അടച്ചിട്ട് ചോദിക്കണം. യു നീഡ് ടു മേക്ക് ദം യു നീഡ് ടു ഗിവ് ദം. അവരെന്തിനാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം? ചില കേസിൽ അങ്ങനെയാണ്. എക്സ്പേർട്സ് ആണ്, പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സർവീസ് ചാർജ് അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കാൻ തയ്യാറാവും. യു ഹാവ് ടു ഗിവ് ദം. എല്ലാവരും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ബിക്കോസ് ദാറ്റ്സ് ദെയർ പ്രൊഫഷൻ. അത് അവരുടെ ജോലിയാണ്, അവരുടെ ടൈം മാറ്റി വെക്കുകയാണ്. ചില സംഗതികൾക്ക് നമ്മൾ അത് ചെയ്യേണ്ടി വരും.
ഇഫ് നോ വൺ അണ്ടർസ്റ്റാൻഡ് അസ് ദെൻ, ശ്രീവിദ്യ പറയുന്നു, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, വെറും തോന്നലാണ്. ഈ ലോകത്തുള്ള എല്ലാവരോടും സംസാരിച്ചോ നിങ്ങൾ? ശ്രീവിദ്യ, ഡോണ്ട് ടെൽ മീ ദാറ്റ്. This is a difficult conversation that you are having with me right now. Don't escape. Don't escape. Escape ചെയ്യാൻ ശ്രമിക്കുക. This is the reality. ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കൂടും. മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പൊ എക്സ്പേർട്സ് ആയിട്ടുള്ള, ചെവി പറഞ്ഞ പോലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നാൽ മതി. അവിടേക്ക് പോകണ്ടേ? പോകണം. ആ ഇനീഷ്യേഷൻ നിങ്ങൾ എടുത്തേ പറ്റും. അവിടെ ആ നമ്പർ എടുത്ത് വിളിക്കണ്ടേ? വിളിച്ച് അന്വേഷിക്കണ്ടേ? ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്യണ്ടേ? അവിടെ പോകുമ്പോൾ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ ബുക്ക് ചെയ്യുമ്പോൾ, ഞാൻ സൈക്കാട്രിസ്റ്റിനെ ബുക്ക് ചെയ്യുമ്പോൾ എന്നെ പറ്റി എന്താ ചിന്തിക്കുക എന്നുള്ള ചിന്ത വരും. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഐ നീഡ് ഹെൽപ്പ്, ഐ ഡോണ്ട് കെയർ, അവർ അതിനായിട്ട് ഇരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ബുക്കിംഗ് എടുത്ത് കാര്യങ്ങൾ ചെയ്ത് പോയിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. Go and do it. You understand? സൈക്കോളജിസ്റ്റിനെ പോയി കാണേണ്ടി വരും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, വി ഹാവ് ടു ഗോ ആൻഡ് ഡു ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. റൈറ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ഇതിനകത്ത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് സംടൈംസ് യു നീഡ് ഇറ്റ്. സോ ഞാൻ എന്താ വെച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ടു അണ്ടർസ്റ്റാൻഡ്, ഐ എം ഹെൽപ്പിംഗ് യു ഹിയർ ബിക്കോസ് ഐ ലവ് യു. ഐ ജെന്യുവൻലി കെയർ അബൌട്ട് യു ആൻഡ് ഐ വാണ്ട് ടു ഹാവ് എ ബെറ്റർ പെർസ്പെക്റ്റീവ്. ദർ ഈസ് എ വേ. ഒരു വഴിയുണ്ട്. There is hope. You don't need to worry. It's okay. You can get help and you can change your life. Okay? Hello? Okay? Can I get a okay? Or okay comment it? Can I get a okay? So we need. Yes, very good. Okay. So this is the way we are doing it. So we need to be like, നമ്മൾ അധികം വൈകാതെ ഒരു മീറ്റപ്പ് ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. Would you like to participate in a meetup? ഒരു മീറ്റപ്പ് വെച്ചാലോ? അവിടെ നമുക്ക് എന്ത് ചെയ്യാം? കുറെ തെറാപ്പി ചെയ്യാം. ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ നമുക്ക് പ്ലാൻ ചെയ്യാം. We can get together. Okay, would you like that? Yes? Who is ready? Who is ready for a meetup? Like meetup എന്ന് മാത്രമല്ല, എന്ന് വെച്ചാൽ it will become a small, വേണമെങ്കിൽ അത് നമുക്കൊരു ക്യാമ്പ് പോലെ ചെയ്യാം. We can do it like a camp. Everybody come together and relax and do therapy. EFT therapy cheyam. And then we can do a lot of meditations. It's like a meditation retreat. We will plan something and let you know. Okay, ഞാൻ ഒരു ടീം അത് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം. Are you interested? If you are interested, just comment down me. Interested എന്ന് കമന്റ് ചെയ്യാം. Just comment down. If you are interested, just comment down. Just comment down. Because it's going to change, because like we can do it and we can help each other. We can, we can have a relief. We can have some really transformation experience. നല്ല ട്രാൻസ്ഫോർമേഷൻ എക്സ്പീരിയൻസിലേക്ക് നമുക്കത് കൊണ്ടുവരും. വളരെ കാഷ്വൽ ആയിട്ട് മീറ്റ് ചെയ്ത്, വളരെ ഒരു ട്രിപ്പ് പോലെ, ഒരു കമ്മ്യൂണിറ്റി പോലെ, ഒരു രസകരമായിട്ട് ഒരു യാത്രയൊക്കെ ചെയ്ത്, നല്ല രസകരമായിട്ട് അവിടേക്ക് ചെന്ന്, we can do that. അപ്പൊ അത് അങ്ങനത്തെ ഒരു മീറ്റപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഓസം. ഇറ്റ്സ് ലൈക്ക് എ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കമ്മിങ് ടുഗദർ ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. Okay, so let's do that. We can do that in future. Okay, so let's help and support each other to come out all of our struggles. നമ്മുടെ സ്ട്രഗിൾസിൽ നിന്ന്, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയൊരു എന്താ പറയുക വഴിയൊരുക്കണം നമുക്ക്. ഓക്കെ, അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എനിവേ, തിയറി ഓഫ് കൺസ്ട്രെയിൻസിൽ നമ്മൾ പറഞ്ഞു തന്നു വെച്ചാൽ വാട്ട് ഈസ് ദ വൺ ലിമിറ്റിംഗ് ഫാക്ടർ ആൻഡ് വാട്ട് ഈസ് ദാറ്റ് യു നീഡ് ടു അച്ചീവ് യുവർ ഗോൾ. നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ചിലർക്ക് അതെന്തായിരിക്കാം? കീപ് ആസ്കിങ്. നിങ്ങളോട് ചോദിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. എന്താണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? ആസ്ക് ആൻഡ് അപ്ലൈ 80-20 റൂൾ ഹിയർ. നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 80-20 റൂള് നിങ്ങൾ വെക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അത് ചെയ്തിട്ട് അതിന് പകരം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇടുന്ന മൊത്തം എഫേർട്ടിന്റെ 20% നിന്നാണ് നമുക്ക് കിട്ടുന്ന മൊത്തം റിസൾട്ടിന്റെ 80% വരുന്നതെന്നാണ് പറയുന്നത്. 80-20 പ്രിൻസിപ്പിൾ പറയുന്നു. നിങ്ങൾ 80-20 പ്രിൻസിപ്പിളിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ 80-20 പ്രിൻസിപ്പിളിനെ കുറിച്ച് മാത്രം നമുക്കൊരു ദിവസം ക്ലാസ് എടുക്കാം. ഓക്കെ, അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്.
അതായത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നതിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് ചിലപ്പോൾ നിർത്തുന്നതായിരിക്കും നല്ലത്. അതിൽ 80% നിർത്തി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന, നിങ്ങൾ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഈ ചെയ്യുന്ന കാര്യത്തില് മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടിൽ നിന്ന് അതിന് 80% വരുന്നത് നിങ്ങൾ ഈ ചെയ്യുന്ന മൊത്തം കാര്യങ്ങളുടെ വെറും 20% നിന്നായിരിക്കാം. അപ്പൊ നിങ്ങൾ ഏറ്റവും ക്വാളിറ്റി റിസൾട്ട് തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ നിർത്തേണ്ടി വരും. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടാത്തത്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് എത്താത്തത്, നിങ്ങൾ ആഗ്രഹിച്ച കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ലഭിക്കാത്തത്. മേ ബി നിങ്ങൾക്ക്, നിങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, വേസ്റ്റ് ആകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ ഒരുപാട് അറിവല്ല വേണ്ടി വരും. ആ റൈറ്റ് ആയിട്ടുള്ള അറിവാണ് വേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള നോളജ് ആണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ കുറേ കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, കോഴ്സുകൾ ചെയ്യുന്നുണ്ടോ, ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മെത്തേഡുകൾ ട്രൈ ചെയ്യുന്നുണ്ടോ. ചിലപ്പോൾ അതൊന്നും ട്രൈ ചെയ്യും. നിങ്ങൾക്ക് പറ്റിയൊരു മെത്തേഡ് ഉണ്ടാവും, നിങ്ങളുടെ ഒരു മെത്തേഡ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് തരുന്നത്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ, അത് നിങ്ങൾ മൊത്തം ഇടുന്ന എഫേർട്ടിന്റെ 20% പക്ഷെ അത് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400% ഗ്രോത്തിലേക്ക് പോകും. നിങ്ങളിപ്പോൾ 20% ചെയ്യുന്ന ആ ഒരു സംഗതി 100% നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ 400% റിസൾട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും എന്നുള്ളത്, ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇറ്റ്സ് ഓൺലി 20% റീസൺസ് ആർ ഔട്ട്സൈഡ് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ 80-20 പ്രിൻസിപ്പിൾ വേറെ രീതിയിൽ അപ്ലൈ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വിജയം ഉണ്ടാവാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത്, അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് വെറും 20% ചിലപ്പോ പുറത്തുനിന്നുള്ള കാരണങ്ങളായിരിക്കാം, നമ്മുടെ സാഹചര്യങ്ങള്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മറ്റുള്ള സിറ്റുവേഷൻസ്. പക്ഷെ 80% നമ്മളിലായിരിക്കാം. 80% പ്രശ്നം നമ്മളിലായിരിക്കും. അത് ചിലപ്പോൾ നമ്മളുടെ ഒരു അറിവ് കുറവായിരിക്കാം, ഒരു കഴിവ് കുറവായിരിക്കാം, നമ്മളുടെ ഒരു സ്വഭാവത്തിന്റെ സംഗതി ആയിരിക്കാം, നീട്ടിവെക്കുന്ന സ്വഭാവം, സെൽഫ് ഡിസിപ്ലിൻ, ലേസിനെസ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു അറിവിന്റെ പ്രശ്നമായിരിക്കാം, കഴിവിന്റെ പ്രശ്നമായിരിക്കാം, നമ്മളുടെ ഉള്ളിലുള്ള ചില പ്രോബ്ലംസ് ആയിരിക്കും. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്, വൺ ഫാക്ടർ. സോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലത്തിൽ വരുന്ന പ്രോബ്ലം, വാട്ട് ഇസ് ലൈക്ക് വാട്ട് നോളജ് ഓർ സ്കിൽസ് യു നീഡ്. നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം വെച്ചാൽ എന്ത് നോളജ് ആണ്, നിങ്ങൾക്ക് എന്ത് നോളജ് ആണ് ടു ബിക്കം ടോപ്പ് 10 ഇൻ യുവർ ഫീൽഡ്. നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഏത് നോളജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ അറിവുള്ളവനായി, കഴിവുള്ളവനായിട്ട്, ഉഷാറായിട്ട് തിളങ്ങി വിജയിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഏത് നോളജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം. നിങ്ങളുടെ മേഖലയിൽ ഒരു അഗ്രഗണ്യനാണ്, ഒരു എക്സ്പേർട്ടായി മാറണമെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഏത് സ്കില്ലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്? യുവർ വീക്കസ്റ്റ് കീ സ്കിൽസ് ഇസ് ദ ഹയസ്റ്റ് ഓഫ് യുവർ ഇൻകം. നിങ്ങളിപ്പോ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ചില കീ സ്കില്ലുകളുണ്ട്, നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട സ്കില്ല്. അത് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് ഇൻകം നേടിത്തരുന്നതിലേക്ക് നിങ്ങളത് സഹായിക്കും. യുവർ വീക്കസ്റ്റ് കീ സ്കിൽസ്, നിങ്ങൾ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന ചില സ്കില്ലുകൾ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക്. ചിലർക്ക് എന്താ വെച്ചാല് പണം മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല, അതൊരു വീക്കായിട്ടുള്ള ഏരിയ ആയിരിക്കാം, മണി മാനേജ്മെന്റ്. പക്ഷെ അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അയാളുടെ ലൈഫ്, കാരണം ഉണ്ടാക്കുന്ന പണം മുഴുവൻ നഷ്ടപ്പെടുന്ന മുഴുവൻ അതിലൂടെ ആയിരിക്കും. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? അപ്പൊ ആ ഏരിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ഏരിയയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും? ഒറ്റയടിക്ക് റെഡി ആയിരിക്കും. എവിടെയാണ് നിങ്ങൾ തകർന്നു പോകുന്നത്? എവിടെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു സംഗതിയില് നിങ്ങൾക്ക് എവിടെയാണ് ആ ജീവിതം എന്ന് പറയുന്ന കപ്പലിന് തുള വീണിരിക്കുന്നത് എവിടെയാണ്? അത് കണ്ടെത്തിയിട്ട് ആ തുള അടച്ചേ പറ്റും. എവിടെയാണ് നിങ്ങൾ കപ്പൽ മുങ്ങാൻ കാരണമാകുന്ന തുള വീണിരിക്കുന്നത്? വീക്കായിട്ടുള്ള ഏരിയ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, പ്രയാസമുള്ള ഏരിയ ആയിരിക്കാം. ഫിക്സ് ദാറ്റ് ഏരിയ. ഡെവലപ്പ് യുവർ വൺ വീക്കസ്റ്റ് സ്കിൽ വിൽ ഹെൽപ്പ് യു.
നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പൊ അതെന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, വാട്ട് ഈസ് ദാറ്റ് വൺ സ്കിൽ ദാറ്റ് ഇഫ് യു ഡെവലപ്പ് പ്രാക്ടീസ് വിൽ മേക്ക് യു ഹ്യൂജ് ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ഒരു സ്കില്ലുണ്ട്, അത് ഡെവലപ്പ് ആവാതെ കിടക്കുകയാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ്. ഭയങ്കര ഇമ്പാക്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൈഫ് ആകെ ചേഞ്ച് ആവാൻ സാധ്യത. നിങ്ങൾക്കറിയാം അത് ഡെവലപ്പ് ചെയ്ത്, അതാണ് എന്റെ പ്രോബ്ലം എന്ന് എനിക്കറിയാം. അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, what is one skill if you develop and do it on a consistent, excellent fashion will help you to achieve your major important goal. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ട്. ആ വൺ സ്കില്ല് നിങ്ങൾ എന്താണ്, അത് ഡെവലപ്പ് ചെയ്ത് അത് നിങ്ങൾ എക്സലന്റ് ഫാഷനിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം യു വിൽ അച്ചീവ് യുവർ ഗോൾ. നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യും. റൈറ്റ് ഡൗൺ ആൻഡ് മേക്ക് എ പ്ലാൻ. ഇറ്റ് ഈസ് യുവർ ഫസ്റ്റ് ഗോൾ ഇൻ സബ് ഡെഡ് ലൈൻസ്. നിങ്ങളുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് അതാണ്. സബ് ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടോപ്പ് ലെവൽ ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടത് ഇതിലാണ്. ദിസ് ഈസ് യുവർ ഗോൾ. എഴുതിക്കോ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോകും. ദിസ് ഈസ് യുവർ ഗോൾ. ദിസ് ഈസ് ദ ഏരിയ യു ഷുഡ് വർക്ക്. ഓക്കെ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മേഖല, ഒരു ഏരിയ ഉണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഏരിയ. അത് കറക്റ്റ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഏത് ഏരിയയിൽ ഏത് സ്കില്ല് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എന്റെ പ്ലസ് പോയിന്റ് എന്താണ്, എന്റെ സ്കില്ല് എന്താണ്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ലുണ്ട്, ആ സ്കില്ലിൽ അത് എനിക്ക് നിരന്തരം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എനിക്ക് ഇങ്ങനെ സ്കില്ലിന്റെ കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ സ്കില്ല് ഉപയോഗിച്ച് എനിക്ക് വിജയിച്ച് മുന്നോട്ട് പോകാം. വാട്ട് ഈസ് ദാറ്റ് വൺ ഏരിയ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ. സോ ലേൺ, ഡെവലപ്പ് ദാറ്റ് ഏരിയ. ദാറ്റ് ഷുഡ് ബിക്കം, അല്ലെങ്കിൽ ഫിക്സ് ദാറ്റ് ഏരിയ. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ADHD പ്രശ്നമുണ്ടാകാം. അത് നിങ്ങൾ ചിലപ്പോൾ പ്രശ്നമായിരിക്കാം. യു ഹാവ് ടു ഗോ ആൻഡ് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആവാം. ചിലർക്ക് പെർഫെക്ഷനിസം ആയിരിക്കാം. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്ന രീതിയിലുള്ള പെർഫെക്ഷനിസം തിങ്കിങ് ഉണ്ടാവാം. എല്ലാം പെർഫെക്റ്റ് ആവണം, അതുകൊണ്ട് ഭയങ്കര ഓവർ തിങ്കിങ്, സ്ട്രെസ്സും നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പോയി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഫൈൻ. Sometimes you need medicine for that. Sometimes you need therapy for that. Sometimes you need counseling psychology for that. I don't know. Go and do it. Okay? Just fix your problem, one limiting factor, you will grow. Okay? Was it helpful? Innote session helpful ആയിരുന്നോ? മനസ്സിലായോ? Yes? Was it helpful? Having a more clarity? നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കോഴ്സ് വരുന്നുണ്ട്, മറക്കരുത്. നമ്മുടെ കോഴ്സ് വരുന്നുണ്ട്. 499 രൂപയുള്ളൂ. കോഴ്സിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നു. നിങ്ങളുടെ മടി, അതേപോലെ തന്നെ നിങ്ങളുടെ നീട്ടിവെക്കുന്ന സ്വഭാവം, നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ഡെപ്തിൽ പഠിപ്പിക്കുന്ന കോഴ്സാണ്. ഒരുപാട് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട്. അപ്പോൾ അത് 5 ദിവസത്തെ ലൈവ് സെഷനാണ്. 20-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് കോഴ്സ് നടക്കുന്നത്. മറക്കാതെ 5 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വെറും 499 രൂപയുള്ളൂ. കോഴ്സിലേക്ക് വരിക, ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ഉപയോഗപ്പെടുത്തുക കേട്ടോ. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. കം ആൻഡ് അറ്റൻഡ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. കുട്ടികൾക്ക് പറ്റുമോ? കുട്ടികൾക്കും പറ്റും. പക്ഷേ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പറ്റില്ല. ഒരു 12 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പറ്റും. ഓക്കെ, ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദാറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക, നിങ്ങളെ ചേഞ്ച് ചെയ്യുക. അത് ഇന്റൻസീവ് ആയിട്ട് എടുക്കുന്ന ട്രെയിനിങ് ആയിരിക്കും, നല്ല പവർഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് കുറേശ്ശെ ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്നുള്ളൂ. ഇതുപോലെയല്ല, അത് ഡെപ്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകുന്നതാണ്. കം ആൻഡ് ജോയിൻ ഫോർ ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, മറക്കരുത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നിങ്ങൾ ഏറ്റവും പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഹെൽപ്ഫുൾ സെഷൻ ആണെന്ന് പറയുന്നു സരസ്വതി. താങ്ക് യു സോ മച്ച്.
ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താ? വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് ഹെൽപ് യു? ഒരു മെസ്സേജ് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നിട്ടുള്ള ഒരു 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 പോയിന്റ്, ഉള്ളിലേക്ക് തറച്ച ഒരു പോയിന്റ് എന്താ? ഇന്നത്തെ ലേണിംഗ് എന്താ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്? പറയാൻ പറ്റുമോ? വൺ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, വൺ ലിമിറ്റിംഗ് ഫാക്ടർ. ആസ്ക് ഇഫ് യു നീഡ് ഹെൽപ്പ്. ഓക്കെ, ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കും. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളിലേക്ക് തറച്ചു കയറിയിട്ടുള്ള പോയിന്റ് എന്തായിരിക്കും? കമന്റ് വാട്ട് സ്കിൽസ് നീഡ് ടു അച്ചീവ്? മുഹമ്മദ് കുട്ടി പറയുന്നു. ഓക്കെ, ഏത് സ്കില്ലാണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ടത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? വേറെ വിജയിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, വിജയിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ള മെസ്സേജ് മനസ്സിലായി. ഓക്കെ, വേറെ വേറെന്താ ഉള്ളത്? You said you love us. Yes, I love you. We all love each other. We're all connected actually. 80-20 rule. ഓക്കെ, വെരി ഗുഡ്. തങ്കച്ചൻ സാർ പറയുന്നു. ഓക്കെ, മറ്റുള്ളവർക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടാകുമോ എന്ന ചിന്ത കൊണ്ട് ഹെൽപ്പ് ചോദിക്കാൻ പറ്റുന്നില്ല. റജീന പറയും. നോ 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 നോ, മറ്റുള്ളവർക്ക് നിങ്ങളൊരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചിട്ടില്ലെങ്കിലാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടാകുന്നത്. നിങ്ങൾ ഹെൽപ്പ് ചോദിച്ച് നിങ്ങളെ, അതാണ് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെൽപ്പ് ചോദിച്ച് അത് ശരിയായ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കുക. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, ഗോ ആൻഡ് ആസ്ക്. നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന ചിന്ത കൊണ്ട് എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെ പറ്റി അവരെന്ത് വിചാരിക്കും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയല്ലേ ഞാൻ, അപ്പോ എന്നെ പറ്റി അവർ ചിന്തിക്കും. ഇതൊക്കെ വരുന്നത് നമ്മുടെ സെൽഫിഷ്നെസ്സിലേക്ക്. നമുക്കറിയില്ല, നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഗോ ആൻഡ് ആസ്ക്. നമുക്കറിയില്ല, ചില ആൾക്കാർ നമ്മൾ സത്യസന്ധമായിട്ട് മനസ്സ് തുറന്ന് ചോദിക്കാൻ തയ്യാറായിരിക്കുന്നു, ചില ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, 90% ഒഴിവാക്കേണ്ടി വേണം, 10% ശക്തിപ്പെടുത്തേണ്ടത്. വെരി ഗുഡ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. സെഷനിൽ ജോയിൻ ചെയ്തതിന് വളരെയധികം സന്തോഷം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ദിവസം മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളല്ലേ ലഭിക്കുന്നത്? ആണോ? സോ ലെറ്റ്സ് എന്താ പറയാ, ആണ് എങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. You're welcome. Thank you so much. Thank you, Rashina. Thank you so much.